അമ്മ മകൻ എന്നുള്ള ബന്ധം പോലും, കാരണം നമ്മളൊരു ബൈക്കിൽ പോയി അല്ലെങ്കിൽ നമ്മളൊരു കാറിൽ, എൻ്റെ മോനാണ് അവൻ, അതിന് വരെ തെറ്റ. അവനെ ഞാൻ പ്രസവിച്ചിട്ടില്ലെന്ന് അവന് പറയാം, എനിക്ക് പറയാം, സമൂഹത്തിൽ എല്ലാവർക്കും അറിയാം. ആ ഒരു ബന്ധം പോലും നെഗറ്റീവ് പറയുന്ന ചെറ്റ ആൾ, കുടുംബക്കാരെല്ലാം കൂടെ ഒരുമിച്ച് ആത്മഹത്യ ചെയ്യേണ്ട അവസ്ഥ വരുത്തിയേക്കുവാണ്. ഞങ്ങളുടെ ബന്ധം ഞങ്ങൾക്ക്, എൻ്റെ മക്കളാണ് അവർ രണ്ടുപേരും. ഇനി ചെറ്റത്തരം എന്തിനാണ് പറയുന്നത്? എൻ്റെ പപ്പ കൊന്നതാണ് സൂചിച്ചേട്ടനെ. രേണുസുധിയും ബിഷപ്പും തമ്മിലുള്ള ബന്ധം ഞാൻ ആരുടെ കൂടെ അഭിനയിച്ചില്ല അവരുടെ കൂടെ ആണെന്നൊക്കെ പറയാം. ഉണ്ടാക്കാൻ നോക്കിയാലും നടക്കത്തില്ല. കാരണം അവൻ എന്നെ അറിയാം, എനിക്ക് അവനെ അറിയാം. വയറ് കാണിച്ചുകൊണ്ട് ഡാൻസ് ചെയ്തു. ഇതിന് കിച്ചു ഒന്നും പറഞ്ഞിട്ടില്ലെന്ന് പറയുന്ന കിച്ചുവിനറിയാം അവൻ്റെ അമ്മേനെ, എനിക്കറിയാം എൻ്റെ മോനെ. അപ്പോൾ അത് കിച്ചു വളരെ മെച്യൂർഡായിട്ടുള്ളൊരു കുട്ടിയാണ്. രേണു ഇവിടെ എന്താണ് കാണിക്കുന്നത്? ഞാൻ മാത്രമേ ഉള്ളോ ലോകം? ഞാൻ സത്യമായിട്ട് ചോദിക്കാം, ഞാൻ മാത്രമേ ഉള്ളോ ഭർത്താവ് മരിച്ച സ്ത്രീ? ഞാൻ അങ്ങോട്ട് ചോദിക്കാം അവരോട്. മരണം ഒരു ആഘോഷമാക്കുകയാണ്. എനിക്ക് വേണമെങ്കിൽ അടുക്കളയിൽ ചെന്ന് 2 ഉള്ളി ഇട്ടിട്ട് കരയാവുന്നതേ ഉള്ളായിരുന്നു. ആണോ ജെറീന? ആണ്ടുദിനം പോലും മാക്സിമം കണ്ടന്റ് ഉണ്ടാക്കാനാണ് രേണു ശ്രമിച്ചത്. ഇനി വേറെ വേടാ വരുന്ന എൻ്റെ വായിലാണ്. എന്നിട്ട് പുള്ളിക്ക് ഡാൻസ് കളിക്കാൻ ഒരു പ്ലാറ്റ്ഫോം എന്തിനു രേണു ഉണ്ടാക്കി കൊടുത്തു. ഞാൻ ഏതായാലും അലിൻ്റെ കൂടെ ചെന്ന് ക്യാമറ നിർത്തുമെന്ന് ഞാൻ ആടിയിട്ടില്ല, അങ്ങനെ തന്നെ പറയും ജെറീന. പക്ഷേ പിന്നീട് വാരി കൊടുക്കുന്ന ഒരു കാര്യം സംഭവിക്കുന്നു. അതൊക്കെ സുധിച്ചേട്ടൻ്റെ ഓർമ്മ ദിവസം തന്നെ വേണ്ടിയിരുന്നോ? എനിക്ക് സൗകര്യമില്ല മറ്റുള്ളവർക്ക് വാരി കൊടുക്കുക. ഇവനാണ് എൻ്റെ അനിയൻ, ഇവന് മാത്രമേ ഞാൻ വാരി കൊടുക്കത്തുള്ളൂ. ഇപ്പോഴും ഹിന്ദു മതവിശ്വാസത്തിൽ തന്നെ നിലനിൽക്കുന്ന ആളാണോ? എന്തെങ്കിലും ഇപ്പൊ സുധിച്ചേട്ടന് കേൾക്കുമ്പോഴേ നമ്മുടെ കണ്ണറിയാന്ന് അറിഞ്ഞു. ഹായ്, ഹലോ, നമസ്കാരം. ഞാൻ ജെറീന. ഇന്ന് എൻ്റെ കൂടെയുള്ളത് നടിയും സോഷ്യൽ മീഡിയ വൈറൽ താരവുമായ രേണുസുധിയാണ്. നമസ്കാരം. നമസ്കാരം ജെറീന. ദാസേട്ടൻ കോഴിക്കോടിൻ്റെ ആ റീല്, അതിനുശേഷം ഡോക്ടറിൻ്റെ ഒപ്പമുള്ള വെഡ്ഡിങ് ഫോട്ടോഷൂട്ട്, അതിനുശേഷം നമ്മളൊരു ഗ്യാപ്പ് കഴിഞ്ഞ് ഇപ്പോഴാണ് കാണുന്നത്. ആ സമയം കൊണ്ട് കരിയറിൽ ഒരുപാട് ഗ്രോത്ത് ഉണ്ടായി. കരിയർ വേറെ ലെവലായി ഇപ്പോൾ ഒന്ന് നിൽക്കുകയാണ്. പറയൂ, കരിയറിന്റെ വിശേഷങ്ങൾ പറയൂ, ആ ഒരു ഗ്രോത്തിനെ കുറിച്ച് സംസാരിക്കും. അതിനുശേഷം ഒരുപാട് ആൽബങ്ങൾ, നല്ല നല്ല ആൽബങ്ങൾ. ആൽബം എന്ന് വെച്ചാൽ എനിക്ക് പണ്ട് തൊട്ടേ എൻ്റെ ജീവനാണ്. കാരണം മിസ്റ്റ്, ഡ്യൂ ഡ്രോപ്സ് ഒക്കെ നമ്മളെ 1991 കിഡ്സിനൊക്കെ അതായിരുന്നു ഏറ്റവും വലിയൊരു, എന്താ പറയുക, ഒരു നൊസ്റ്റാൾജിയ തോന്നുന്നത്. അപ്പം നമ്മൾ അതിലൂടെയൊക്കെ ഇപ്പം കാണുമ്പോൾ സുന്ദരിയവ വെണ്ണ, ഇന്നും നമ്മൾ ആ പാട്ട് ഓർത്തെടുക്കുന്നു, ചെമ്പകമേ. അപ്പം അതൊക്കെ കാണുമ്പോൾ ഞാൻ സത്യം പറഞ്ഞു, അയ്യോ അത് ആ പാട്ട് കേൾക്കുമ്പോൾ നമ്മൾ അവരെയാണ് ഓർക്കുന്നത്. അപ്പം ഇപ്പോഴത്തെ തലമുറ ഒരു 4 ആൽബം ഞാൻ ചെയ്തു, അത് 4ഉം സൂപ്പർ ഹിറ്റായി. അപ്പം ആ ഒരു ഗാനങ്ങളിലൂടെ നമ്മളെ ഓർക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് ഭയങ്കര സന്തോഷമാണ്. അതുപോലെ ഷോർട്ട് ഫിലിം ചെയ്തു, സിനിമ ചെയ്തു, അങ്ങനെ ഒരുപാട് എനിക്ക് ഏറ്റവും വലിയ അവാർഡുകളായിട്ട് ഞാൻ കരുതുന്ന അവാർഡുകൾ കിട്ടി. വലിയ വലിയ ആൾക്കാരുടെ കയ്യിൽ നിന്ന് അവാർഡുകൾ കിട്ടി, മന്ത്രിയുടെ കയ്യിൽ നിന്ന് കിട്ടി. അപ്പം അതൊക്കെ എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയൊരു അച്ചീവ്മെൻ്റ് ആയിട്ടും. നെഗറ്റീവ് ഒന്നും നമ്മൾ ശ്രദ്ധിക്കുന്നില്ല, നെഗറ്റീവ് പറയുന്നവർ പറഞ്ഞുകൊണ്ടിരിക്കും എപ്പോഴും പറയുന്ന പോലെ. പക്ഷെ എൻ്റെ ലൈഫിൽ അതൊക്കെ ഏറ്റവും വലിയ അംഗീകാരങ്ങൾ തന്നെയാണ്. ഹാപ്പി അല്ലേ മൊത്തം ലൈഫ്? തീർച്ചയായിട്ടും നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്നു. പിന്നെ ഏറ്റക്കുറച്ചിലുണ്ട്, സമ്മിശ്രമാണല്ലോ, ദുഃഖവും സുഖവും എല്ലാം കൂടെ ഒരുമിച്ചുള്ള ഒരു ലൈഫാണ്. അതെ. 2 വർഷങ്ങൾക്ക് മുൻപ് ഈ ഒരു മാസം എന്ന് പറയുന്ന ചേച്ചിനെ സംബന്ധിച്ച് വളരെ ടഫായിട്ടുള്ളൊരു മാസവും സമയങ്ങളുമായിരുന്നു. അത് കടന്നുപോയി ഇപ്പോൾ 2 വർഷം കഴിഞ്ഞ് നമ്മൾ ഇവിടെ വന്നിരുന്ന് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ആ ഒരു പാസ്റ്റ് ചേച്ചിനെ എപ്പോഴും അത് ഓർക്കാറുണ്ടോ? അത് എത്രത്തോളം നമ്മൾ ആ ഒരു, എന്താ പറയുക, ആ ഒരു മാസം സത്യം പറഞ്ഞാൽ ദിവസങ്ങളും അല്ലെങ്കിൽ വർഷങ്ങളും ചെല്ലുന്തോറും ഓരോരുത്തരിൽ നിന്ന്, എന്താ പറയുക, കേട്ടിട്ടുണ്ട് മറവി മനുഷ്യന് ഒരു അനുഗ്രഹമാണ്, മറന്നു പോവുകയാണെന്നാണ്. പക്ഷെ എന്നെ സംബന്ധിച്ച് ദിവസങ്ങൾ കൂടുന്തോറും, അല്ലെങ്കിൽ സൂചേട്ടൻ വെട്ടുപിരിഞ്ഞ ആ ദിവസം തൊട്ട് ഈ 2 വർഷമായി കൂടുന്തോറും, അല്ലെങ്കിൽ ദിവസങ്ങളും വർഷങ്ങളും കൂടുന്തോറും എനിക്ക് ഓർമ്മകൾ കൂടുകയാണ്. പക്ഷെ അതെനിക്ക് മറ്റുള്ളവരുടെ മുന്നേ എപ്പോഴും അത് കാണിക്കാനോ തുറന്ന് കാണിക്കാനോ ഉള്ള പറ്റത്തില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ ഇപ്പോഴാണ് ഭയങ്കര, എനിക്ക് കുറേ നാൾ ഞാൻ ബോൾഡായിട്ട് നിന്നെങ്കിൽ ഇപ്പോൾ സൂചിച്ചേട്ടന് കേൾക്കുമ്പോഴേ നമ്മുടെ കണ്ണറിയാമെന്ന് അറിഞ്ഞു. എനിക്ക് ഭയങ്കര എന്താ അറിയില്ല. അപ്പം ഞാൻ ആലോചിച്ച, സത്യം പറഞ്ഞാൽ ദിവസങ്ങളും വർഷങ്ങളും കൂടുന്തോറും നമ്മൾ മറവിയാണ് വരുന്നത്, ഓർമ്മകളില്ല. പക്ഷെ എനിക്ക് ഇപ്പോൾ ഈ ഇടയിലായിട്ട്, എനിക്ക് ഈ മാസമായതുകൊണ്ടായിരിക്കും, ഭയങ്കര വല്ലാത്തൊരു ഫീലാണ് ചേട്ടനെ പറ്റി ആലോചിക്കും. ഭയങ്കര വലിയൊരു നഷ്ടമാണ് എൻ്റെ ലൈഫിൽ. ആ ഒരു നഷ്ടം ആരെക്കൊണ്ടും ഒന്നിനെക്കൊണ്ടും നികത്താൻ പറ്റാത്ത ഒരു നഷ്ടം തന്നെയാണ് ആളുടെ വേർപാട്. അതെ. ഇപ്പോൾ ചേച്ചി ഇങ്ങനെ ആൽബം ചെയ്യുന്നു, സിനിമ ചെയ്യുന്നു, ഈ ഒരു സമയത്ത് സുധിച്ചേട്ടനുണ്ടായിരുന്നെങ്കിൽ ആ ഒരു സപ്പോർട്ട് എങ്ങനെയായിരുന്നിരിക്കാം? എല്ലാ കാര്യങ്ങൾക്കും കൂടെ വരാനൊക്കെ ഒരാൾ, അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട് എപ്പോഴും? ചേട്ടനുണ്ടായിരുന്നെങ്കിൽ എൻ്റെ ഈ ഒരു ഉയർച്ചയിൽ? പിന്നെ അതെ, സുധിച്ചേട്ടനുണ്ടായിരുന്നെങ്കിൽ ആ ഒരു, എന്താ പറയുക, ആൾക്ക് സത്യം പറഞ്ഞാൽ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് കഷ്ടപ്പെടേണ്ട വരത്തില്ലായിരുന്നു. പിന്നെ ഒരു അവസരം എനിക്ക് വന്നിരുന്നെങ്കിൽ ഏട്ടൻ ഓക്കെയാണ്. അന്നൊരു അവസരം വന്നിരുന്നെങ്കിൽ ഏട്ടൻ ആവട്ടെ, നീ ഓക്കെയാണ്, ഞാൻ
നമുക്ക് ചെയ്യാം എന്നേ പറയത്തുള്ളൂ. അപ്പം ഞാൻ ആ സമയത്ത് പോലും എനിക്കിങ്ങനെ വന്നെങ്കിൽ പോലും ഞാൻ പറഞ്ഞേ വേണ്ട, എനിക്ക് സൂചിച്ചാണ്ട സപ്പോർട്ട് മതി, സപ്പോർട്ടായിട്ട് നിന്നാൽ മതി. സൂചിച്ചാണ്ട് എല്ലാം ചെയ്യണമെന്നുള്ളൊരിതാണ്. സൂചിച്ചാണ്ട മുൻനിർത്തി സൂചിച്ചാണ്ട സപ്പോർട്ടായിട്ട് നിൽക്കണമെന്നുള്ളൊരാഗ്രഹമായിരുന്നു. പിന്നീടാണല്ലോ വഴിത്തിരിഞ്ഞ് ഇങ്ങനെ ഒരു ഏട്ടൻ്റെ അകാല വിയോഗവും പിന്നെ അഭിനയത്തിലേക്ക് കടന്നതും ഒക്കെ ഒരു ഒഴുക്കിൽപ്പെട്ട, ഞാൻ എന്നും പറയുന്ന പോലെ ഒരു ഒഴുക്കിൽപ്പെട്ട് വന്ന ഒരു ഇതാണ്. അപ്പം ആളുണ്ടായിരുന്നെങ്കിൽ അതിലും സന്തോഷമായേനെ, ഇതിലും സന്തോഷമായേനെ. ഇപ്പം സത്യം പറഞ്ഞാൽ വേറൊരു സന്തോഷം എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു സ്വന്തമായിട്ട് വലിയ വരുമാനമൊന്നും ആയില്ലെങ്കിലും നമുക്ക് പിടിച്ചു നിൽക്കാം, വീട്ടുകാരെ നോക്കാനും. ഇപ്പം സൂചിച്ചേണ്ട ആണ്ടിന് തന്നെ ഞാൻ എൻ്റെ ഇതിൽ തന്നെയാണ് എന്താ പറയുക, ഏട്ടൻ്റെ പേരിൽ ഒരു നേരത്തെ ആഹാരം മറ്റുള്ളവർക്ക് കൊടുക്കാനൊക്കെ സാധിച്ചത് അത് ജോലി ചെയ്ത പൈസയൊക്കെ തന്നെയാണ്. അപ്പോൾ എനിക്കത് അഭിമാനമാണിപ്പം. അപ്പോൾ ചേട്ടൻ്റെ സെക്കൻഡ് ഡെത്ത് ആനിവേഴ്സറി കഴിഞ്ഞിട്ടുള്ള കുറച്ച് നാളുകളാണിത്. അപ്പോൾ ആ സമയത്ത് ചേച്ചി പറഞ്ഞോളൂ, ചേച്ചി ഏൺ ചെയ്ത പൈസ കൊണ്ട് ഒരു നേരത്തെ ആഹാരം ചുറ്റുമുള്ളവർക്ക്, പ്രിയപ്പെട്ടവർക്ക് ചേട്ടൻ്റെ പേരിൽ കൊടുക്കാൻ പറ്റി എന്നുള്ളത് വലിയൊരു അച്ചീവ്മെൻ്റ് ആണ്. പക്ഷെ ആ ഒരു സന്തോഷം ചേച്ചി സോഷ്യൽ മീഡിയയിലൂടെ, അല്ലെങ്കിൽ അത് അന്ന് മീഡിയാസ് ഉണ്ടായിരുന്നു, അതിലൂടെ എക്സ്പ്രസ് ചെയ്തപ്പോൾ അത് മറ്റ് വിവാദങ്ങളിലേക്ക് വഴി തിരിഞ്ഞു പോയി എന്നുള്ളതാണ്. അതായത് ഒരു ആണ്ടാണ് ആഘോഷിക്കുന്നത്, അത് ഇത്തരത്തിലാണോ ആഘോഷിക്കുന്നത്, മരണം ഒരു ആഘോഷമാക്കുകയാണോ തുടങ്ങിയ ഒരുപാട് വിമർശനങ്ങൾ കേൾക്കേണ്ടി വന്നു. അങ്ങനെയുള്ള കാര്യങ്ങൾ കേട്ടപ്പോൾ എന്താ തോന്നിയ മാനസികമായിട്ടുള്ള വിഷമം? ഞാൻ പറയാം, സത്യം പറഞ്ഞാൽ ചടങ്ങെന്ന് പറഞ്ഞാൽ 2ാമത്തെ വർഷത്തെ ചടങ്ങാണ്. ആ ചടങ്ങെന്ന് പറഞ്ഞാൽ രാവിലെ കല്ലറയിൽ പോയി തിരി കത്തിച്ചു, അവിടെ പൂ വെച്ചു, ആ ഒരു 5 മിനിറ്റ് പോലും ആ ചടങ്ങ് നിന്നില്ല, പ്രാർത്ഥിച്ചു. ഇവിടെ വന്ന് തിരി കത്തിച്ചു, പ്രാർത്ഥിച്ചു, ചടങ്ങ് കഴിഞ്ഞു. ആ ചടങ്ങ് കഴിഞ്ഞു. മീഡിയാസ് വന്നിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ മീഡിയാസ് ഉള്ളതുകൊണ്ടാണ് നമ്മുടെ വീട്ടിലെ വിശേഷങ്ങളും കാര്യങ്ങളും മറ്റുള്ളവർ അറിയുന്നത്, മനസ്സിലായോ? അതുപോലെ എൻ്റെ സഹപ്രവർത്തകർ വന്നിട്ടുണ്ടായിരുന്നു, എൻ്റെ കസിൻസ് വന്നിട്ടുണ്ടായിരുന്നു. ഇവരൊക്കെ വരുമ്പോൾ ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കാൻ എനിക്ക് പറ്റത്തില്ല. ഞാനൊരു മനുഷ്യനാണ്, എൻ്റെ സുധിച്ചേട്ടൻ്റെ ചടങ്ങ് കഴിഞ്ഞു അവിടെ. അത് കഴിഞ്ഞ് പിന്നെ ചടങ്ങൊന്നുമില്ല. പിന്നെ ഓരോരുത്തരും ഓരോ സമയത്ത് വന്നുകൊണ്ടിരുന്ന അവരുടെ അടുത്ത് എനിക്ക് ചിരിക്കാനും സംസാരിക്കാനേ പറ്റത്തുള്ളൂ. എനിക്ക് അവരുടെ മുന്നിൽ കരഞ്ഞു കാണിക്കാൻ പറ്റില്ല. ഒരുപാട് നാൾ കൂടി കാണുന്ന ആൾക്കാരാണ്, അവർക്ക് എൻ്റെ വിഷമം അറിയാം. എനിക്ക് എനിക്ക് വേണമെങ്കിൽ അടുക്കളയിൽ ചെന്ന് 2 ഉള്ളി ഇട്ടിട്ട് കരയാവുന്നതേ ഉള്ളായിരുന്നു. ആണോ ജെറീന? എനിക്ക് അങ്ങനെ ഉള്ളായിരുന്നു. ആരറിയാനാ ഞാൻ 2 ഉള്ളി തേച്ചിട്ട് കരഞ്ഞ? ആരും അറിയത്തില്ല. അതുപോലെ രാവിലെ ഞാൻ കല്ലറയിൽ ചെന്നിട്ട് കരയാതെ പിടിച്ചു നിന്നിട്ട് പോലും അതിനകത്തെ കമൻറ്റ് ഇവള് അഭിനയിക്കുവാണ്. കരഞ്ഞില്ല എന്നിട്ടും അഭിനയിക്കുവാന്ന്, കണ്ണുനീര് വന്നില്ല, അവൾ അഭിനയിക്കുക. അപ്പോൾ കരഞ്ഞാൽ എന്താ പറയും, അവൾ ഉള്ളി തേച്ച് ഗ്ലിസറിൻ ഇട്ട് അഭിനയിക്കുവാന്ന്. എന്തിനാ ഇത്? ഞാൻ എന്ത് ചെയ്താലും അത് കുറ്റപ്പെടുത്താൻ കുറേ സമൂഹമുണ്ട്. ഞാനൊരു കാര്യം ചോദിച്ചില്ല, 2 വർഷമായി ഏട്ടൻ മരിച്ചിട്ട്. ഇപ്പോഴല്ലേ ഈ ആരോപണങ്ങളും ഈ നെഗറ്റീവ് കമൻസും ഒക്കെ രേണുസുധിക്കെതിരെ പൊങ്ങുന്നത്. ഈ 1 വർഷം ബാക്കിലോട്ട് ഒരു അരമാസം ആയതേ ഉള്ളെന്ന് തോന്നുന്നു ഒരു ഇച്ചിരി ഫെയിമിൽ വന്നിട്ട്. ഇതിന് മുന്നൊരു 1.5 വർഷത്തോളം ഞാൻ എന്ത് ചെയ്യുന്നു? എൻ്റെ പിള്ളേർ ഫുഡ് കഴിച്ചോ? 10 രൂപ ആരെങ്കിലും കൊടുത്തിട്ടുണ്ടോ? ഈ പറയുന്ന ഏതേലും ആൾക്കാർ, ഞാൻ വേറെ വേടാ വരുന്നത് എൻ്റെ വായിൽ, അതുപോലെ നമ്മൾ സഹിച്ചു. ഈ പറയുന്ന ഏതേലും പന്ന മനുഷ്യർ കുറ്റം പറയാൻ മാത്രം റീൽസ്, കുറ്റം പറയാൻ മാത്രം റോസ്റ്റ് ചെയ്യുന്നു. അതുപോലെ റിയാക്ഷൻ വീഡിയോ. ഇവന്മാരൊക്കെ എവിടുന്ന് വരുന്നത്? ഇവന്മാരൊക്കെ എവിടുന്ന് വരുന്നതെന്ന് പോലും അറിയത്തില്ല. ഈ സുധിച്ചേട്ടൻ്റെ മക്കൾ ഒരു നേരത്തെ ആഹാരം കഴിച്ചോ? രേണുസുധി നീ കഴിച്ചോ? നീ എങ്ങനെയാ ജീവിക്കുന്നത് എന്നൊന്നും തിരക്കാത്ത ഇവന്മാരാണല്ലോ ഈ കുറ്റമായിട്ട് വരുന്നത്. പിന്നെ ഞാൻ എന്തിനാ ഇതൊക്കെ അംഗീകരിക്കുന്നത്? ഞാൻ എന്തായാലും ഇന്ത്യൻ ഭരണഘടന എന്നെ തൂക്കിക്കൊല്ലേണ്ട രീതിയിലുള്ള ഒരു തെറ്റും രേണുസുധി ചെയ്തിട്ടുമില്ല, ചെയ്യത്തുമില്ല. ഞാൻ അങ്ങനെ ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുമല്ല. ഞാൻ എൻ്റെ സഹപ്രവർത്തകർ വന്നപ്പോൾ ഒന്ന് ചിരിച്ച് സംസാരിച്ചു. അതേപോലെ തന്നെ അന്ന് എൻ്റെ ഒരു ആൽബം റിലീസാവുകയാണ്, തൻസീർ കൂത്തുപറമ്പിൻ്റെ വെള്ളാമ്പൽ പൂവാണ് നീ എന്ന് പറയുന്ന ആൽബം. ഒരുപാട് കഷ്ടപ്പെട്ടെടുത്ത ആൽബമാണ്. ഞാൻ ഇവിടുന്ന് യാത്ര ചെയ്ത് പട്ടാമ്പില്ല കണ്ണൂർ ചെന്ന് കൂത്തുപറമ്പിൽ ചെന്ന് തലേന്ന് എനിക്ക് വയ്യെങ്കിൽ പോലും ഞാൻ അവിടെ ചെന്ന് ഞങ്ങൾ നല്ല രീതിയിൽ കഷ്ടപ്പെട്ട് വെളുപ്പിന് ആൽബം, എല്ലാ ആൽബം അല്ല, എല്ലാ ഷൂട്ടിനും കഷ്ടപ്പാടുണ്ട്. അതുപോലെ കഷ്ടപ്പെട്ട ഒരു ആൽബം അന്ന് റിലീസാവുകയാണ്. അന്നിപ്പോൾ സൂചിച്ചാണ്ടാന്ന് പറഞ്ഞാൽ അവർക്ക് റിലീസാക്കാതിരിക്കാൻ പറ്റുമോ? അപ്പം ഞാൻ അതിനെപ്പറ്റി പറഞ്ഞു. അതുപോലെ ഇനി അടുത്തെടുത്ത് പറയാം, പുതിയ ആരോപണം, അടുത്ത ആരോപണം. അലിൻ ജോസ് പെരേര എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റായിട്ട് ഞാൻ കാണുന്നു. ആൾ ആർട്ടിസ്റ്റാണ്. ആളുടെ കൂടെ 2 ആൽബം ചെയ്തു, ഇനി ഇറങ്ങാനുണ്ട് 2 ആൽബം കൂടെ. ഞാൻ ആളെ ആർട്ടിസ്റ്റായിട്ട് കാണും, നല്ലൊരു ആർട്ടിസ്റ്റാണ്. ഞാൻ ആളെ മറ്റ് സമൂഹം പറയുന്ന പോലെ ഒന്നും ഞാൻ നേരിട്ട് കണ്ടപ്പം ഒരു കുട്ടിത്തമുള്ള ഒരാളാണ് ആൾ. എന്നെ ചേച്ചി എന്നാണ്, എന്നെ ആ വിളിക്കുന്ന വിളിയിൽ ആത്മാർത്ഥത ഞാൻ കാണും. പിന്നെ ഇറങ്ങാൻ നേരത്തെ ഈ മീഡിയാസ് തന്നെ ഒരാളാണ് ചോദിച്ചത്, മീഡിയാസ് ആരാണെന്നറിയില്ല, പ്രതീഷ്, എൻ്റെ കൂടെ അഭിനയിക്കുന്ന ആർട്ടിസ്റ്റ് പ്രതീഷിൻ്റെ കുഞ്ഞിന് വേണ്ടിയിട്ട് ഡാൻസ് ചെയ്യാമോ എന്ന് ചോദിച്ചു. ഒരു ഡാൻസ്, ആളെവിടെ ചെന്നാലും ഡാൻസ് കളിക്കുന്നുണ്ട്. ഈ ചടങ്ങെല്ലാം കഴിഞ്ഞ് രാവിലെ കഴിഞ്ഞതാണ് ചടങ്ങ്. രാവിലെ കഴിഞ്ഞ ഒരു മോള്, അതായത് ഋതപ്പനെ പോലെ ഇരിക്കുന്ന ഒരു മോൾക്ക് വേണ്ടിയിട്ടാണ് 2 സ്റ്റെപ്പ് കഴിഞ്ഞ്. എനിക്കത് തെറ്റായിട്ടൊന്നും തോന്നിയില്ല. മരണ ദിവസമല്ലല്ലോ.
മരിച്ച ചടങ്ങാണ്. ഓക്കെ, മരിച്ച രണ്ടാം വർഷം വെച്ചാൽ അത് കഴിഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞത് അത് കഴിഞ്ഞ കാര്യമാണ്. അപ്പൊ 2 സ്റ്റെപ്പ് എനിക്കത് തെറ്റായിട്ടൊന്നും തോന്നുന്നില്ല. ഞാൻ ഏതായാലും അലിൻ്റെ കൂടെ ചെന്ന് ക്യാമറ നിർത്തമൊന്നും ഞാൻ ആടിയിട്ടില്ല. അങ്ങനെ തന്നെ പറയും ജെറീന, ക്യാമറ ഒന്നും ഞാൻ ആടില്ല. അതുകൊണ്ട് ഞാൻ അത്ര തെറ്റും ചെയ്തിട്ടില്ല. പിന്നെ അതിനകത്ത് രേണുസുധിക്ക് ഇവക്ക് സങ്കടമില്ല. എൻ്റെ സങ്കടം ഇവരാണോ അറിയിക്കുന്നത്? എനിക്ക് എൻ്റെ ഭർത്താവ് നഷ്ടപ്പെട്ട സങ്കടം, എൻ്റെ മക്കൾക്ക് അത് അവരുടെ അച്ഛൻ നഷ്ടപ്പെട്ട സങ്കടം. രണ്ടും 2 രീതിയിലുള്ള സങ്കടമാണ്, ഇല്ലേ? പിന്നെ ഈ ക്രിട്ടിസൈസ് ചെയ്യുന്ന ഞാൻ എന്തിനാണ് ഇതൊക്കെ ശ്രദ്ധിക്കുന്നത്? എനിക്ക് എൻ്റേതായിട്ടുള്ള ശരികളുണ്ട് ജെറീന. ഞാനത് സമൂഹത്തിന് മുന്നേ ഞാൻ നേർക്ക് നേരെ നിന്ന് തന്നെയാണ് പറയുന്നത്. ഒളിഞ്ഞും മറിഞ്ഞും കമൻറ്റിലൂടെ അല്ല രേണുസുധി വ്യക്തമാക്കുന്നത്. ഉള്ള കാര്യം എനിക്ക് വ്യക്തമാക്കാൻ എനിക്ക് എൻ്റേതായിട്ടുള്ള സത്യങ്ങളുണ്ട്, എൻ്റേതായിട്ടുള്ള നേരുകളുണ്ട്. അത് ഞാൻ നേർക്ക് നേരെ നിന്ന് തന്നെ വ്യക്തമാക്കും. ആ ഒരു ദിവസം എന്താണ് രേണു കാണിച്ചു കൂട്ടുന്നത്? ഒരു ഭാര്യയാണോ? മരണം ആഘോഷമാക്കുന്ന ഒരു സ്ത്രീയാണോ ഇവര്? എന്തിനാണ് അലിൻ ജോസ് പോലെയുള്ള ആളുകളെ ഈ ഒരു ചടങ്ങിലേക്ക് വിളിച്ചത്? എന്നിട്ട് പുള്ളിക്ക് ഡാൻസ് കളിക്കാൻ ഒരു പ്ലാറ്റ്ഫോം എന്തിനു രേണു ഉണ്ടാക്കി കൊടുത്തു? രേണുവിൻ്റെ ഭർത്താവിൻ്റെ ആണ്ടല്ലേ എന്നൊക്കെയാണ് ചോദ്യങ്ങൾ വരുന്നത്. ചേച്ചി ഇപ്പം അലിനെ ന്യായീകരിച്ച് പറഞ്ഞില്ലേ? ഇതേ അലിൻ തന്നെ മാധ്യമങ്ങളോട് പിന്നീട് തിരുത്തി പറഞ്ഞത് രേണു ചേച്ചിക്കെങ്കിലും വിലക്കാമായിരുന്നു, സുധിച്ചേട്ടൻ്റെ ആണ്ടായിട്ട് രേണു ചേച്ചിക്ക് ഇത് പറയാമായിരുന്നല്ലോ എന്നാണ്. കേട്ടു. അലിൻ്റെ ന്യായം പറയുന്നു, ഞാൻ എൻ്റെ കാര്യം പറഞ്ഞു. ഞാൻ ആരെയും ആളങ്ങനെ പറഞ്ഞുകൊണ്ട് ആളെ കുറ്റപ്പെടുത്തി അങ്ങനത്തെ ഒരാളല്ല ചേർന്ന. ഞാൻ എന്നെ സംബന്ധിച്ച് രേണുസുധിയായിട്ടുള്ള എൻ്റേതായിട്ടുള്ള എന്താ പറയുക ന്യായീകരണങ്ങളും എൻ്റേതായിട്ടുള്ള സത്യങ്ങളും എൻ്റേതായിട്ടുള്ള വാക്കുകളും ഉണ്ട്. അത് ഞാൻ മറ്റുള്ളവരിൽ നിന്ന് കടമെടുക്കുവോ അല്ലെങ്കിൽ മറ്റുള്ളവർ അങ്ങനെ പറഞ്ഞുകൊണ്ട് ഞാൻ ഇങ്ങനെ പറയാം അങ്ങനെയൊന്നുമില്ല. ഞാൻ എൻ്റെ കാര്യം പറഞ്ഞു. ഈ നമുക്ക് മീഡിയാസിനെ വിളിക്കുമ്പോൾ അത് കുറച്ചുകൂടി സോഷ്യൽ മീഡിയയിൽ ആ കാര്യങ്ങൾ ഷെയർ ചെയ്യപ്പെടുകയാണ്. ഇതൊക്കെ നമ്മുടെ പേഴ്സണലായിട്ട് വേണമെങ്കിൽ സൂക്ഷിക്കാവുന്ന കാര്യങ്ങളല്ലേ? എന്തിനാണ് മീഡിയാസിനെ ക്ഷണിച്ചത്? ഞാൻ മീഡിയാസിനെ ക്ഷണിച്ചതല്ല. ഞാൻ ആരോട് ചെന്ന് അത് കുറേ പേര് ഞാൻ നീ തന്നെ വിളിക്കുന്നു, നീ തന്നെ, അങ്ങനെ എനിക്കതിൻ്റെ ആവശ്യം വേറൊന്നുമല്ല. കുറച്ച് മീഡിയാസ് എൻ്റെ ഫ്രണ്ട്സും ഉണ്ട് കേട്ടോ. ഫ്രണ്ട്സിൻ്റെ അടുത്ത് എന്തായാലും ജൂൺ 5-ാം തീയതി ഏട്ടൻ്റെ ചടങ്ങാണേ എന്ന് പറയും. നിങ്ങൾ ക്യാമറയും കൊണ്ട് വരണമെന്നല്ല ഞാൻ പറയുന്നത്. അവർ വരുന്നത് അവരുടെ ജോലി. കാരണം കേരളത്തിലെ ജനങ്ങൾക്ക് സൂചിച്ചാണ്ട് വീട്ടുകാരെ കാണണമെങ്കിൽ, എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ടല്ലോ, അവരെ കാണണമെങ്കിൽ ഈ മീഡിയ തന്നെ വേണം. അതുപോലെ തന്നെ തലേന്നൊരു ഷൂട്ടിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ചോദിച്ചു. ഞാനപ്പം ഷൂട്ട് കഴിഞ്ഞതിൻ്റെ തിരക്കിൽ ഞാൻ ഇതിൽ പറഞ്ഞതാണ് എനിക്ക് വീട്ടിൽ പോകുന്നതിൻ്റെ കുറേ നാളെ കുഞ്ഞിനെ കണ്ടു. അപ്പം ഞാൻ നിങ്ങൾ വരുമല്ലോ അല്ലേ? അതും തെറ്റായി, അതും വലിയ പ്രശ്നമായി. ഞാൻ ചിരിച്ചുകൊണ്ട് ക്ഷണിച്ചു. ഞാൻ എന്താ കരഞ്ഞുകൊണ്ടാണോ ക്ഷണിക്കേണ്ടവർ? നിങ്ങൾ വരുമല്ലോ വരണേ എന്ന് പറഞ്ഞു. അവരത് നേരത്തെ അറിഞ്ഞായിരുന്നു. ഒരു ഷാപ്പിലെ പ്രണയം എന്ന് പറഞ്ഞ ഷൂട്ടിൻ്റെ ഇടയ്ക്ക് മീഡിയാസ് എല്ലാം ഉണ്ടായിരുന്നു. അവർ പ്രൊമോഷന് വേണ്ടിയിട്ട് അവർ വിളിക്കുന്നതാണ്, പ്രൊഡക്ഷൻസ് എന്ന് വിളിക്കുന്നതാണ് മീഡിയാസ്, നമ്മളാരും വിളിക്കുന്നതല്ല. എന്നാൽ പിന്നെ ഞാൻ അൻഷാദ് പാല എന്ന് പറയുന്ന ആളുടെ കൂടെ ശ്രീകുട്ടിയുടെ സ്വന്തം കണ്ണേട്ടൻ്റെ സ്വന്തം ശ്രീകുട്ടി എന്ന് പറയുന്ന ആൽബം വാഗമണ്ണിൽ ഞാനാണല്ലോ അഭിനയിച്ചത്. ഞാൻ മീഡിയാസിനെ എന്നെ വിളിച്ചു വരുത്തത് ഞാനല്ല. അത് വിളിച്ചു ഞാനോ പ്രതീക്ഷയോ അല്ലെങ്കിൽ ഞാനോ കൂടെ അഭിനയിക്കുന്ന കോ ആർട്ടിസ്റ്റോ അല്ല വിളിച്ചു വരുത്തുന്നത്. അവരുടെ പ്രൊമോഷന് വേണ്ടിയിട്ട് അവരുടെ ഡയറക്ടറും പ്രൊഡ്യൂസർമാരും വിളിച്ചു വരുത്തുന്നതാണ് മീഡിയാസിനെ. പിന്നെ അതിൽ നമ്മുടെ ഫ്രണ്ട്സ് കാണും, അവരോട് സംസാരിക്കും. അവർ എന്ത് ചോദിച്ചാലും ഞാൻ ഉത്തരം പറയും. മനസ്സിലായോ? അപ്പം ഈ മീഡിയാസിനെ ഞാൻ വിളിച്ചു വരുത്തിയല്ലേ, എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു വരണം ചടങ്ങുണ്ട് എന്ന് പറഞ്ഞു. അല്ലാതെ ഞാൻ മീഡിയാസിനെ വിളിച്ചു വരുത്തി ഇത് കാണിക്കാനെന്ന് അതെന്താണ് എനിക്കറിയില്ല. ആണ്ട് ദിനം പോലും മാക്സിമം കണ്ടന്റ് ഉണ്ടാക്കാനാണ് രേണു ശ്രമിച്ചത്. ഓരോ കാര്യങ്ങളും കണ്ടന്റ് ആയിട്ട് കൺവേർട്ട് പറയുന്നവരല്ലേടാ. ഞാൻ എൻ്റെ കാര്യം എൻ്റെ സത്യം ഞാൻ വെളിപ്പെടുത്തി. നീ പറയുന്നവർ എന്തൊക്കെ കാണിച്ചാലും കുറേ എണ്ണം ഇറങ്ങിയിട്ടുണ്ടല്ലോ. അതിനെടുത്ത് പറയുന്ന അതുലെന്ന് പറയുന്ന വ്ളോഗർ, അവനെ കൊണ്ട് ഒരു നിലയ്ക്കും പോയി. കുറേ പെണ്ണുങ്ങളും ഇറങ്ങിയിട്ടുണ്ട്. രേണുസുധി ഞാൻ ചോദിക്കട്ടെ, ഇവന്മാർക്കൊക്കെ ഞാൻ മാത്രമേ ഉള്ളൂ കണ്ടന്റ്? വേറെ എത്രയോ കാര്യങ്ങളുണ്ട്. ഞാൻ എന്ത് ചെയ്താലും ഞാൻ മാത്രമേ ഉള്ളോ ലോകം? ഞാൻ സത്യമായിട്ട് ചോദിക്കാം, ഞാൻ മാത്രമേ ഉള്ളോ ഭർത്താവ് മരിച്ച സ്ത്രീ? ഞാൻ അങ്ങോട്ട് ചോദിക്കാം അവരോട്. ഞാൻ എന്ത് ചെയ്യുന്നതെന്ന് നോക്കി നടക്കുക. എനിക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇവരെല്ലാം വലിഞ്ഞ് മുറുക്കി കെട്ടി ഇവരുടെ ഇതിൽ ജീവിക്കണമെന്നാണോ ഇവർ പറയുന്നത്? നടക്കുന്ന കാര്യമല്ല, നടക്കത്തുമില്ല. അതിന് ഞാൻ സോഷ്യൽ മീഡിയയിൽ ഹൈപ്പായിട്ട് നിൽക്കണം, 24 hours ഞാൻ ഇങ്ങനെ നിൽക്കണമെന്ന് പറഞ്ഞ് വന്നൊരു ആർട്ടിസ്റ്റും അല്ല രേണു. ഇനി എന്നെ എടുത്ത് താഴെ ഇട്ടാൽ പോലും രേണു 1 ഇഞ്ച് തളരത്തുമില്ല, ഇങ്ങനെ തന്നെ ജീവിക്കും. ചേച്ചിയുടെ കോ ആക്ടറായിട്ട് അഭിനയിക്കുന്ന പ്രതീഷ്, നിങ്ങൾ ഒരുപാട് വർക്ക് ഒരുമിച്ച് ചെയ്തിട്ടുണ്ട്. ചേച്ചി വളരെ കംഫർട്ടബിൾ ആണ് അദ്ദേഹത്തിൻ്റെ ഒപ്പം. അദ്ദേഹത്തെ ആ ഒരു പരിചയത്തിൻ്റെ പുറത്ത് തന്നെ ആണ്ടിന് ക്ഷണിക്കുന്നു. അദ്ദേഹം വരുന്നു. പക്ഷേ പിന്നീട് വാരിക്കൊടുക്കുന്ന ഒരു കാര്യം സംഭവിക്കുന്നു. അതൊക്കെ സുധിച്ചേട്ടൻ്റെ ഓർമ്മ ദിവസം തന്നെ വേണ്ടിയിരുന്നോ? പിന്നെ നിങ്ങളുടെ ബന്ധത്തിലൊരു എക്സ്പ്ലനേഷൻ പ്രതീഷ് ഭാര്യനെ നിർത്തിക്കൊണ്ട് പറയുന്നു, അതും ഈ സുധിലയത്തിന്റെ മുറ്റത്ത് വെച്ച് ആണ്ട് ദിവസം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അന്ന് അവോയ്ഡ് ചെയ്യാമായിരുന്നില്ലേ? ഓക്കേടാ, അതിനെപ്പറ്റി ഞാൻ അതും ഇപ്പോഴും പറയുന്ന ആണ്ടിന്റെ ചടങ്ങ് കഴിഞ്ഞിട്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നത് തന്നെ. പിന്നെ
ഒരു പുള്ളിക്കാരി ഉണ്ടല്ലോ ബിഗ് ബോസിൽ, അവൾ പിന്നെയും അവളും തന്നെ പറയും എന്നെ എടി പൊടിയെന്ന് വിളിച്ചാൽ ഞാൻ അവരെ എന്തിനാ ബഹുമാനിക്കുന്നത്? ഇത്രയും നാൾ ഞാൻ ചേച്ചിന്ന് വിളിച്ചു, അവളും തന്നെ അവരെ വിളിക്കുക. അവരെ വെല്ലുവിളിച്ചാൽ അവർക്ക് ഞാൻ പ്രതികരിച്ചാൽ അവർക്ക് നല്ല വ്യൂ കിട്ടും. ഇത് നമുക്കറിയാം, അടവ് നമുക്കറിയാം, നല്ല രീതിയിൽ അറിയാം അടവ്. മീഡിയ അറ്റൻഷൻ കിട്ടണമെങ്കിൽ ഞാൻ പ്രതികരിക്കണം. ഈ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ട് വാരിക്കൊടുത്തു, അവൾക്ക് വാരിക്കൊടുത്തു, അതിൻ്റെ മറുപടിയാണ് ഞങ്ങൾ അവിടെ കൊടുത്തത്, അവർക്കിട്ടുള്ള മറുപടിയാണ് കൊടുത്തത്. പ്രതീഷിൻ്റെ ഭാര്യ ഏതായാലും മുൻപിൽ നിർത്തിയിട്ടാണ് പ്രതീഷിനെ, ഞാൻ പ്രതീഷിനെ സ്വന്തം ഒരു സഹോദരനെ പോലെ കാണും. എനിക്കൊരു അനിയനില്ല, ഞാൻ അവനെ അങ്ങനെ കാണുന്നു. അവനും പറയും, അവൻ്റെ വൈഫിനും പറയാം, വീട്ടുകാർക്കും അറിയാം. മനസ്സിലായോ? അപ്പം ഞാനത് ഇതെല്ലാം കഴിഞ്ഞ് ചടങ്ങെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് അങ്ങനെ മീഡിയാസ് പറഞ്ഞപ്പോൾ ഞങ്ങൾ അങ്ങനെ ചെയ്തത്. ഓക്കെ, അതും എനിക്ക് തെറ്റാതെ. പിന്നെ ഈ പുള്ളിക്കാരി ദയാച്ചു എന്ന് തന്നെ, അവരുടെ പേര് തന്നെ എടുത്ത് പറയണം, അവർക്കൊരു ഇതായിക്കോട്ടെ. നിങ്ങളുടെ പേരിനെ എടുത്ത് പറഞ്ഞില്ലെന്ന് പറഞ്ഞാൽ ദയാച്ചു. അവർ ഇന്നലെ ഞാൻ കണ്ടു, നീ അവിടെ ഉള്ളവർക്കൊന്നും വാരി കൊടുത്തില്ലല്ലോടി, അവൻ വേറെ ഒരു ആർക്കും. ഞാൻ ചോദിക്കട്ടെ, എനിക്ക് സൗകര്യമില്ല മറ്റുള്ളവർക്ക് വാരി കൊടുക്കുക. ഇവനാണ് എൻ്റെ അനിയൻ, ഇവന് മാത്രമേ ഞാൻ വാരി കൊടുക്കത്തുള്ളൂ. മനസ്സിലായി? എനിക്ക് സൗകര്യമില്ല. ഞാൻ സൗകര്യപ്പെടുമ്പോൾ ഞാൻ ഇഷ്ടമുള്ളവർക്ക് വാരി കൊടുക്കുക. അതിന് ദയാച്ചുവിൻ്റെ ഇതൊന്നും വേണ്ട. നീ എന്താടി അവന് മാത്രം വാരി കൊടുത്ത, അവൻ എന്താടി നിനക്ക് മാത്രം വാരി തന്നത്? ഇതാണ് ചോദിക്കണത്. ഇതിൻ്റെ ആൻസറാണ്. ഓരോ വ്യക്തിക്കും ഓരോരോ, ഇപ്പം നമുക്ക് ഓരോരുത്തർക്കും പേഴ്സണലി ഓരോരുത്തരുമായിട്ടൊരു ബന്ധം കാണും. എനിക്ക് പ്രതീക്ഷ എന്ന് വെച്ചാൽ എൻ്റെ സ്വന്തം അനിയനാണ്, സ്വന്തം നല്ലൊരു കൂട്ടുകാരനാണ്. അപ്പോൾ ആ ഒരു ബന്ധം എനിക്ക് മറ്റുള്ളവരുടെ മുന്നിൽ വാരി കൊടുക്കാനൊന്നും എനിക്ക് പറ്റത്തില്ല. അവന് ഞാൻ ഫുഡ് വാരി കൊടുത്തു, അതെനിക്ക് തെറ്റായിട്ട് തോന്നി. പുള്ളിക്കാരി വെല്ലുവിളിച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ആ ഒരു ക്ലാരിഫിക്കേഷനാണ് ഞാൻ അവിടെ നടത്തിയത്. ആ ഒരു ദിവസം ആയത് മാത്രം, ആ ദിവസം ചടങ്ങുകളെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഞാനിത് ചെയ്യുന്നത്. അതെ, പ്രതീഷിൻ്റെ ഒപ്പം ഉള്ള വീഡിയോസ് വരുന്നു, ചേച്ചി ഒരുമിച്ച് വർക്ക് ചെയ്യുന്നു. അപ്പോൾ ഒരു റിയാക്ഷൻ വീഡിയോ ഞാൻ കണ്ടതാണ്, അവരുടെ പേര് ശരിയാണെങ്കിൽ ഷഫീന എന്ന് പറയുന്ന ഒരു റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നു. അവർ പറയുന്നുണ്ട്, രേണുസുധി കാരണം ആ ഒരു പയ്യന്റെ കുടുംബം തകരരുത്. കാവ്യ മാധവൻ ദിലീപിന്റെ ജീവിതത്തിലേക്ക് കൂട്ടുകാരിയായി തന്നെയാണ് വന്നത്, പിന്നീട് വീട്ടുകാരിയായി. കാവ്യ ചേച്ചിനെ ദിലീപേട്ടൊക്കെ വെച്ചിട്ട് എന്തിനാടേ കമ്പയർ ചെയ്യുന്നത്? ഷെഫീനെയോ? നിങ്ങൾക്കൊന്നും വേറെ പണിയില്ലേ? നിങ്ങളുടെ കുടുംബത്തിൻ്റെ കാര്യം നോക്കുക. രേണുസുധി എന്നുള്ളൊരു കണ്ടന്റിന്റെ പുറകെ നടക്കാതെ. ഏതായാലും രേണുസുധി കാരണം പ്രതീഷ് പ്രകാശിന്റെ കുടുംബം ഒരിക്കലും തകരത്തില്ല. കാരണം അതുപോലത്തെ ഒരു ഞാൻ ഒരിക്കലും, എനിക്ക് അച്ഛനെയും മകനെയും അല്ലെങ്കിൽ ആങ്ങളെയും തിരിച്ചറിയുള്ളൊരു കഴിവ് രേണുസുധിക്ക് ദൈവം തമ്പുരാൻ നേരത്തെ തൊട്ട് തന്നിട്ടുമുണ്ട്. ഒരു കുടുംബവും ചെന്ന് കലക്കാനോ, ഒരു കുഞ്ഞുങ്ങൾ തിന്നേണ്ട ആഹാരം ഡെയിലി, എത്രയോ പേരുണ്ട് ഭർത്താക്കന്മാരിൽ ഉള്ളവരും ഇല്ലാത്തവരും ഒക്കെ ഉണ്ടല്ലോ സമൂഹത്തിൽ. അവരൊക്കെ നല്ലവരായിട്ടാണ് ജീവിക്കുന്നത്. നല്ലവരെന്ന് പറഞ്ഞാൽ അവരുടെ ഇഷ്ടം, അവരൊന്നും ഞാൻ ഒരിക്കലും ഞാൻ ആരെയും കുറ്റപ്പെടുത്തത്തില്ലടാ. ഞാൻ എൻ്റെ കാര്യമാണ് പറയുന്നത്. ഈ പറയുന്നവരടുത്ത് ഞാൻ പറയട്ടെ, എനിക്കൊരു കുടുംബവും കലക്കേണ്ട കാര്യമില്ല. ഒരു കുഞ്ഞുങ്ങൾ തിന്നേണ്ട ആഹാരത്തിൽ നിന്ന് ഞാൻ അവരുടെ ഭർത്താക്കന്മാരിൽ നിന്ന് ഞാൻ അവരുടെ വരുമാനമൊന്നും ഇടിച്ചു പിഴിഞ്ഞ് മേടിക്കുന്നില്ല. 2 വർഷമായി രേണുസുധിക്ക് ഭർത്താവ് മരിച്ചിട്ട്. അന്തസ്സായിട്ട് തന്നെ ഞാൻ പറയുക, ആരുടെയും പോക്കറ്റിൽ നിന്ന് രേണുസുധി മാസം വരുമാനം മേടിക്കുന്നില്ല. അന്തസ്സായിട്ട് തന്നെയാണ് ജീവിക്കുന്നത്. പിന്നെ ഞാൻ എന്തിനാണ് പ്രതീഷിൻ്റെ ഫാമിലി തകർക്കുന്നത്? പ്രതീഷിൻ്റെ വൈഫ്, ആ കുട്ടിക്ക് എന്നെ വ്യക്തമായിട്ട് അറിയാം, അമ്മൂന്നാണ് വിളിക്കുന്നത്, അവൾക്ക് വ്യക്തമായിട്ട് എന്നെ അറിയാം. പക്ഷെ ഈ പ്രതീഷിൻ്റെ കുടുംബം തകർക്കരുതെന്ന് ഞാൻ ഒരിക്കലും, എനിക്കതിൻ്റെ ആവശ്യമില്ല. എൻ്റെ അനിയനാണ് അവൻ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, 20 വയസ്സുള്ളൊരു മോൻ്റെ അമ്മയാണ് ഞാൻ. അവനെ ഞാൻ പ്രസവിച്ചിട്ടില്ലെന്ന് അവന് പറയാം, എനിക്ക് പറയാം, സമൂഹത്തിൽ എല്ലാവർക്കും അറിയാം. അവൻ എൻ്റെ മകനാണ്. ആ ഒരു ബന്ധം പോലും നെഗറ്റീവ് പറയുന്ന ചെറ്റ ആൾക്കാരുണ്ട്, ഞാൻ കണ്ടിട്ടുമുണ്ട് കമൻസ്. ആ ഒരു അമ്മ മകൻ എന്ന ബന്ധം പോലും നെഗറ്റീവ് പറയുന്ന ആൾക്കാരുണ്ട് ഇതിനകത്ത്. കമന്റ്സ് കണ്ടിട്ടുണ്ടോ? തീർച്ചയായിട്ടും നല്ല രീതിയിൽ കണ്ടിട്ടുണ്ട് കമന്റ്സ്. ഞങ്ങളത് പിന്നെ വേണ്ട, അത് വിട്ടേക്കാന്നുള്ള രീതി വെച്ചേക്കുക. ഒരുപാട് കണ്ടിട്ടുണ്ട്. എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല, ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മുടെ ഇന്റർവ്യൂലൊക്കെ കണ്ടിട്ടുണ്ട്. ഞാൻ കണ്ട കാര്യമാണ്. പിന്നെ ഓരോരുത്തർ അയച്ചും തന്നിട്ടുണ്ടായിരുന്നു, നമ്മളത് വലിയ ശ്രദ്ധിക്കാൻ പോയിട്ടില്ലായിരുന്നു. അങ്ങനെ കുടുംബത്തിലേക്ക് അപ്പൊ എനിക്ക് എൻ്റെ മകനെ, എൻ്റെ അച്ഛനെ, എൻ്റെ ആങ്ങളെ എനിക്ക് തിരിച്ചറിയാൻ കഴിവുള്ള ഒരു വ്യക്തിയാണ് രേണുസുധി. ഒരിക്കലും ഒരു അനിയന്റെ ജീവിതം ചെന്ന് തകർക്കാൻ രേണുവിന് അതിന്റെ ആവശ്യമില്ല. ചേച്ചി ഇപ്പോൾ പറഞ്ഞപ്പോഴാണ് ഞാൻ ഇങ്ങനെയുള്ള കമന്റ്സും വരുന്നു. അങ്ങനെയാണെങ്കിൽ അത് വളരെ മോശമായിട്ടുള്ള കാര്യങ്ങളാണ് ചേച്ചി. അങ്ങനെ കാണുമ്പോൾ അത് ഡയറക്റ്റ് നമ്മുടെ കുടുംബത്തിൽ കയറി കളിക്കുമ്പോൾ സ്വാഭാവികമായി അങ്ങനെ കമന്റ്സ് ഇടുന്ന സൈബർ കേസ് കൊടുത്തുകൂടെ? എടാ, കൊടുക്കാനാണെങ്കിൽ ഒരുപാട് കൊടുക്കണം. എൻ്റെ കുടുംബത്തിന് ഇപ്പം കുടുംബക്കാരെല്ലാം കൂടെ ഒരുമിച്ച് ആത്മഹത്യ ചെയ്യേണ്ട അവസ്ഥ വരുത്തിയേക്കുവാണ്. കാരണം ഇന്നലെയാണോ മിനിഞ്ഞാന്നാണോ എനിക്കറിയത്തില്ല, എൻ്റെ പപ്പ കൊന്നതാണ് സുധിച്ചേട്ടനെ. രേണുസുധി കൂട്ടുനിന്ന് ഞാൻ ചോദിക്കട്ടെ, സുധിച്ചേട്ടൻ്റെ മരണ ദിവസം, സുധിച്ചേട്ടൻ ആക്സിഡൻറ്റ്, എൻ്റെ പപ്പ സീരിയസ് ആയിട്ട് മെഡിക്കൽ കോളേജ് ആശുപത്രി സീരിയസ് ആയിട്ട് കിടക്കുക. ഏട്ടൻ മരിക്കുന്നതിന് മണിക്കൂർക്ക് മുന്നേ എന്നെ വിളിച്ച് പറയണം, ആവട്ടെ നമുക്ക് വെളുപ്പിനെ വന്നിട്ട് പപ്പായെ കാണാൻ പോകണം കേട്ടോ. ഞാൻ പപ്പായോട് പറഞ്ഞിട്ടുണ്ട്. 2 മണി രാത്രി പപ്പ ആരെയോ കോൾ ചെയ്ത്, അറിയാതെ, ബോധമില്ല, പപ്പായ സീരിയസ് ആയിട്ട് കിടക്കുക, അറിയാതെ അങ്ങോട്ട് കോള്
എന്നെ വിളിക്കുന്ന കണ്ട ചെല്ലുന്ന സൂചേട്ടനാ കോള് 2 മണി രാത്രി 4:30 സൂചേട്ടന് ആക്സിഡൻറ്റ് ഉണ്ടാകുന്നത്. പെട്ടെന്ന് ഫോൺ സൂചേട്ടൻ എടുത്തോണ്ട് ചാടി എടുത്തോണ്ട് പറഞ്ഞു, അപ്പായെ ഞാൻ വന്നുകൊണ്ടിരിക്കുവാണേ, ഞാൻ വെളുപ്പിന് അങ്ങ് ആശുപത്രി എത്താം കേട്ടോ, അപ്പായ്ക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്നൊരു കോള് കട്ട് ചെയ്യുവാണ്. പപ്പായ്ക്ക് ബോധമില്ല, അറിയാതെ കോള് പോയതാ. പപ്പ സീരിയസ് ആയിട്ട് കിടക്കുവാണ് അവിടെ. തിരിച്ചു കൊണ്ടുവന്നിട്ട് വാർത്ത അറിഞ്ഞ് തിരിച്ചു കൊണ്ടുവന്നിട്ട് അന്നേരം ബ്ലീഡിങ് ആയിട്ട് പിന്നെയും കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ. ആൾക്ക് ജോലിക്ക് പോകാൻ പോലും ഇപ്പം പറ്റത്തില്ല. പിന്നെ ഈ ചെറ്റത്തരം എന്തിനാണ് പറയുന്നത്? അങ്ങനെ എന്നെ പറയും, പപ്പ കൊന്നതാണ്, കൂട്ടു നിന്നതാണ്. അതുപോലെ അത് ഇനിയും പറയാം, സുധിച്ചേട്ടൻ്റെ ശവസംസ്കാര ശുശ്രൂഷ നടത്തിയ ബിഷപ്പായിരുന്നു, ആളെന്തോ കേസിൽപ്പെട്ട് അകത്ത് കിടന്നത്. അതും ഞങ്ങൾക്ക് ബന്ധമാണെന്നാണ് പറയുന്നത്. ഞങ്ങൾ ആ കേസിൽ ബന്ധമാണ്. അവരുടെ വൈഫിനും മക്കൾക്കും ഇല്ല. രേണു സുധിയും ബിഷപ്പും തമ്മിലുള്ള ബന്ധം. ഈ അതുലെന്ന് പറയുന്നൊരു വ്ളോഗറാണ് ഏറ്റവും കൂടുതൽ എന്നെ ഇങ്ങനെ ഇല്ലാവചനം തന്നെ ഉണ്ടാകും. ആ പേര് തന്നെ എടുത്ത് പറയും. ഇവൻ എന്തിൻ്റെ കേടാണ് ഇവന്? എനിക്കറിയത്തില്ല അവൻ എന്തിനു കേടാണ്. ഞാൻ നിയമപരമായിട്ട് പോയി കഴിഞ്ഞാൽ മോനെ അതുലേ ഞാനൊന്നും പറയുന്നില്ല. എന്നിട്ട് ചാനലും പൂട്ടും എല്ലാം പൂട്ടിയിട്ടേ ഞാൻ അടങ്ങത്തുള്ളൂ. എനിക്ക് സമയമില്ല, ഒന്നാമത്തെ കാര്യം. പക്ഷെ എൻ്റെ വീട്ടുകാർ എന്നെ പറഞ്ഞോട്ടെ, ഞാൻ അതാണ് ഇതാണ് മറ്റവളാണ് മറിച്ചവളാണ്, ഞാൻ ആരുടെ കൂടെ അഭിനയിച്ചില്ല അവരുടെ കൂടെ ആണെന്നൊക്കെ പറയുന്നത്. എന്തും പറഞ്ഞോട്ടെ, എനിക്ക് ഒരു വിഷയമില്ല. എൻ്റെ വീട്ടുകാരെ എന്തിനാണ് ഇതിനകത്ത് വലിച്ചഴക്കുന്നത്? അവരെന്തെങ്കിലും ചെയ്തു? സത്യം പറഞ്ഞാൽ ഈ വീട് സുധീല, നിങ്ങൾ വന്നല്ലോ, ഈ സുധീല എന്ന് പറയുന്ന വീട് ഈ നല്ല കുറേ മനുഷ്യർ എല്ലാവരുടെയും ഒരു കൂട്ടായ്മയിൽ പിള്ളേർക്ക് കൊടുത്തൊരു വീടാണ്. മൂത്ത മോൻ ഇന്ന് രാവിലെ അവൻ വിളിച്ചിട്ടുണ്ടായിരുന്നു, അവനും കുഞ്ഞിനും പനിയാന്ന് പറഞ്ഞ്. ഞങ്ങളുടെ ബന്ധം ഞങ്ങൾക്ക്, എൻ്റെ മക്കളാണ് അവർ രണ്ടുപേരും. അതിൻ്റെ ഇടയ്ക്ക് കുത്തിരിപ്പ് ഉണ്ടാക്കാൻ നോക്കിയാൽ നടക്കത്തില്ല. കാരണം അവൻ എന്നെ അറിയാം, എനിക്ക് അവനെ അറിയാം. ഞങ്ങൾ മൂന്നും ഒരു ഫാമിലിയാണ്. എൻ്റെ ഹസ്ബൻഡ് അല്ലെ പിള്ളേരുടെ അച്ഛനാണ് ഇരിക്കുന്നത്. ഇങ്ങനെ എനിക്ക് കാണിക്കാൻ പറ്റത്തുള്ളൂ ഇപ്പം. പക്ഷെ ഇത് ഞങ്ങളൊരു ഫാമിലിയാണ്. ഈ കുഞ്ഞിനെ തന്നെ ഇവിടെ നിർത്താൻ പറ്റുമോ? ഈ 5 വയസ്സുള്ള കുട്ടീനെ ഇവിടെ നിർത്തിയിട്ട് ഞങ്ങൾക്ക് വാടകയ്ക്ക് താമസിക്കാൻ പറ്റുമോ? ഈ കുട്ടിയുടെ കാര്യമൊക്കെ നോക്കണ്ടേ നമുക്ക്? അവനെ വളർത്തണ്ടേ? ഇത് ഞങ്ങളുടെ വീടല്ല. ഞങ്ങൾ ഇതിനകത്തൊരു അവകാശവും പറയുന്നില്ല. ആ കുട്ടീനെ വളർത്താൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിവിടെ നിൽക്കുന്നത്. അത് പറക്കാൻ പറ്റി കഴിയുമ്പോൾ അതിൻ്റെ ചേട്ടനും അതിന് തമ്മിൽ ഷെയർ ചെയ്യുകയോ എന്ത് വേണം ചെയ്തോ, അത് അവരുടെ ഇഷ്ടമാണ്, അവരുടെ ഡിസിഷനാണ്. അത് അവരുടെ ഡിസിഷൻ. ഞാൻ അതിനകത്ത് ഇടപെടത്തില്ല. എൻ്റെ അല്ല ഇത്, മനസ്സിലായോ? അത്രേ ഉള്ളൂ. അതിനാണ് ആൾക്കാർ പറയുന്നത് മൂത്ത കുട്ടീനെ അടിച്ചിറക്കി എൻ്റെ ചേച്ചി ഫാമിലിയാണ് താമസം, അവർ തൊട്ട് പുറകിലൊരു വീട് വാടകയ്ക്ക് എടുത്താൽ താമസിക്കും. ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ 2 ദിവസമായി തുടങ്ങിയിട്ട് ആരോപണങ്ങൾ. ഞാനൊന്ന് എന്താ പറയുക, ഇവരുടെയൊക്കെ വെച്ച് ഞാൻ എന്തോ ഇനി വളർന്നു പോവുമോ, വലിയ സെലിബ്രിറ്റി ആകുമോ, ഇതൊക്കെയാണ് ഇവരുടെ ചിന്തകൾ. ഞാൻ അന്നും ഇന്നും ഒരുപോലെ ഒരു താഴേക്കിട സാധാരണക്കാരിയാണ് രേണു സുധി. അങ്ങനെ പറയുന്ന ആളാണ്. ആളാണ് പഠിപ്പിച്ചത് ഇങ്ങനെ പറയാനും ഇങ്ങനെ ജീവിക്കാനും. എല്ലാവർക്കും അറിയാം ചേച്ചിയും കിച്ചും തമ്മിൽ വലിയ ഏജ് ഡിഫറൻസ് ഇല്ല. കാരണം ചേച്ചി വളരെ യങ് ഏജിലാണ് സുധിച്ചേട്ടൻ്റെ ഒപ്പം കിച്ചുവിൻ്റെ അമ്മയായിട്ട് വരുന്നത്. അപ്പോൾ ചേച്ചി ഇപ്പോൾ ഇങ്ങനെയുള്ള കമൻസും ചേച്ചി കണ്ടിരുന്നു എന്ന് പറയുമ്പോൾ എനിക്കത് വളരെ ഷോക്കിംഗ് ആണ്. ഞാൻ ആ ഒരു രീതിയിലേക്ക് ഒന്നും കമന്റ് അത്രയും തരം താഴില്ല എന്നുള്ളതായിരുന്നു എൻ്റെ കണക്ക്. പറയാതിരുന്നാണ് അതുപോലെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു ചേച്ചി. പക്ഷെ അതിനോട് പ്രതികരിക്കണം. അത് പ്രതികരിക്കണമായിരുന്നു. അത് 1-2 കമന്റ്സ് ഇങ്ങനെ വന്നു. ഒന്നും മൈൻഡ് ചെയ്യണ്ട. അവനാണ് പറയുന്നത്. ഇത് ഇപ്പോഴൊന്നും അല്ല, നേരത്തെ ഉള്ളതായിരുന്നു. മരിച്ച സമയത്തുള്ളതാണ്. അവിടെ കുറെ എല്ലാവരും അല്ല, കുറച്ച് ആൾക്കാരുണ്ടല്ലോ അയൽപക്കത്തെ, കുറച്ച് അവരിൽ നിന്നൊക്കെ ഉള്ള സംസാരങ്ങളൊക്കെ നമ്മൾ കേട്ടില്ല എന്നുള്ള രീതിയിൽ ഞാൻ വിച്ചു അങ്ങ് വിട്ടതാണ്. ഞങ്ങൾ രണ്ടും കേട്ടില്ല. നമ്മളെന്തിനാ അമ്മ വിട്ടേക്ക്. ഞാനും പറയണത് ഇതൊക്കെ എന്തുവാടാ ഇങ്ങനെയൊക്കെ സംസാര രീതി. അതെ, കാരണം നമ്മളൊരു ബൈക്കിൽ പോയി അല്ലെങ്കിൽ നമ്മളൊരു കാറിൽ, എൻ്റെ മോനാണ് അവൻ, അതിന് വരെ തെറ്റായിട്ട് വ്യാഖ്യാനിക്കാനുണ്ട് ആൾക്കാർ ഉണ്ട്. നമ്മൾ പിന്നെ അതിനെ വിഴുങ്ങിയതാണ്. വേണ്ട, എന്തിനാണ് പറയുന്നത്. കിച്ചു പഠിക്കുന്ന കുട്ടിയാണ്. അവൻ കുറച്ചുകൂടെയും പുറലോകമായിട്ട്, അവൻ്റെ ഒരു യങ് ഏജാണ്, പഠിക്കുന്ന ഏജാണ്, കുട്ടികളാണ് കൂടെയുള്ളവർ. അപ്പോൾ ഇത്തരത്തിലുള്ള വിവാദങ്ങൾ, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരുമ്പോൾ കിച്ചു എപ്പോഴെങ്കിലും മാനസികമായി ഡൗൺ ആയി പോയിട്ടുണ്ടോ? ചേച്ചിയോട് ആ വിഷമങ്ങൾ എപ്പോഴെങ്കിലും ഷെയർ ചെയ്തിട്ടുണ്ടോ? ഇന്ന് വരെ അവൻ സംസാരിച്ചു. ഇന്ന് ഈ നിമിഷം വരെ സംസാരിച്ചു. ഇന്നും രാവിലെ വിളിച്ചു, അമ്മേ അവൻ എന്തിയേ, അവനുണ്ട് കൊടുക്കമ്മേ സംസാരിച്ച്. അവർ 2 ചേട്ടനും എന്നെ സംസാരിച്ച്, അമ്മ ശരി അമ്മ എന്ന് വെക്കുവാണ്. ഞാൻ എന്നാടാ വരുന്ന അമ്മ, ഞാൻ വരാട്ടോ, എനിക്ക് പനിയാ എന്ന് പറഞ്ഞു. നീ മരുന്ന് മേടിക്ക്, റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ട് വെച്ചു. അല്ലാതെ ഇന്ന് ഈ നിമിഷം വരെ ഒന്നും എന്നെപ്പറ്റി എന്നോട് ഒന്നും ചോദിച്ചിട്ടില്ല. ഇന്നലെ ഞാനൊരു ഡാൻസ് വീഡിയോ ചെയ്തായിരുന്നു. അതിനകത്ത് കമൻ്റ് എടുത്തിട്ട് ഇങ്ങനെ എടുക്കത്തില്ലേ, കമൻ്റ് എടുത്തിട്ട് ഇവള് വയറ് കാണിച്ചുകൊണ്ട് ഡാൻസ് ചെയ്തു, ഇതിന് കിച്ചു ഒന്നും പറഞ്ഞിട്ടില്ലെന്ന് പറയുന്ന നുണയല്ലേ എന്ന്. അവനെന്തിനാണത് പറയുന്നത്? എന്നെ ഇന്ന് വരെ ഞാൻ വയറ് കാണിച്ചിട്ട് തന്നെ ഫോട്ടോഷൂട്ട് ചെയ്തിട്ടുണ്ട്. ദാസേട്ടൻ കോഴിക്കോടിനോട് അഭിനയിച്ചിട്ടുണ്ട് ഇൻറ്റിമസി സീൻ. പ്രതീഷിൻ്റെ കൂടെ അഭിനയിച്ചു. ഇപ്പം അൻഷാദ് പാല എന്ന് പറയുന്ന ആളുടെ കൂടെ ഇനി അഭിനയിച്ച് ഇറങ്ങുന്നു. അപ്പം
അവനറിയാം ഇതൊക്കെ അഭിനയമാണെന്ന്. കിച്ചുവിന് നല്ല രീതി, ഈ കുറേ കമൻ്റ് ഇടുന്ന പൊട്ടന്മാർക്ക് അറിയത്തില്ല, പൊട്ടികൾക്കും അറിയത്തില്ല. കിച്ചുവിനറിയാം അവൻ്റെ അമ്മേനെ, എനിക്കറിയാം എൻ്റെ മോനെ. അഭിനയം എന്താണെന്നോ ലൈഫ് എന്താണെന്നോ ആ കുട്ടിക്കറിയാം. കാരണം എന്നെക്കാളും മുന്നേ അവൻ സൂചിച്ചാൻ്റെ കൂടെ എല്ലാ അഭിനയത്തിലും പോയിക്കൊണ്ടിരുന്ന കുട്ടിയാണ് അവൻ. അവൻ്റെ അച്ഛൻ അഭിനയിക്കുന്നത് അറിയാം, അവൻ്റെ അമ്മ ഇപ്പം അഭിനയിക്കുന്നത് അവനറിയാം. അവൻ ഇതിനകത്തൊന്നും കണ്ട് ബേജാറാവാനോ അവൻ ഇതിനകത്തൊന്നും തല പുകയ്ക്കാനോ ഒന്നും അവൻ പോകത്തില്ല. എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ അവന് പോക്കറ്റ് മണി ഞാൻ കൊടുക്കാറുമുണ്ട്. വേറൊന്നുമില്ല, എൻ്റെ മകനാണ് അവൻ. അവന് ഞാനല്ലേ ഉള്ളു കൊടുക്കാൻ, അവൻ്റെ അമ്മയാണ് ഞാൻ. അപ്പം എനിക്ക് കിട്ടുന്ന വരുമാനത്തിന് ഞാൻ അവന് കൊടുക്കുന്നത്. പഠിപ്പിക്കാൻ നമുക്ക് നിർവാഹമില്ല, കാരണം അത് വലിയൊരു തുകയാണ്. അത് ഫ്ലവേഴ്സാണ് പഠിപ്പിക്കുന്നത്, അതിന് ഒരുപാട് നന്ദി. ഇളയ കുഞ്ഞ് പിന്നെ ഗവൺമെൻറ് സ്കൂളിലാണ് പഠിക്കുന്നത്. അവന് ചിലവും കാര്യങ്ങളും ബാഗും ബുക്കും ഒക്കെ മേടിക്കുന്ന ചിലവേ ഉള്ളൂ, നമുക്ക് ഫീസൊന്നും കൊടുക്കണ്ട. ഗവൺമെൻറ് സ്കൂളിലാണ് പഠിക്കുന്നത്. ഫ്ലവേഴ്സ് അവനെ പഠിക്കുന്നു, മൂത്ത മോനെ പഠിക്കുന്നു. ഒത്തിരി സന്തോഷം. ജൂൺ 5 കൊല്ലത്തും സമാനമായി ഹിന്ദു ആചാരപ്രകാരമുള്ള ചടങ്ങുകൾ നടന്നിരുന്നു. അവിടെ പക്ഷെ മീഡിയാസ് കുറവായിരുന്നു. കിച്ചു ആണെങ്കിലും മീഡിയാസിന് മുഖം കൊടുക്കുകയോ വീട്ടുകാരും അങ്ങനെ കാര്യമായിട്ട് മുഖമൊന്നും കൊടുത്തില്ല. അപ്പോൾ അത് കിച്ചു വളരെ മെച്യൂർഡ് ആയിട്ടുള്ളൊരു കുട്ടിയാണ്. രേണു ഇവിടെ എന്താണ് കാണിക്കുന്നത്, അവർക്കാണ് യഥാർത്ഥത്തിൽ സങ്കടം, ഇവർക്ക് സുധി പോയതൊരു അവസരമായി കാണുന്നു. അത്തരത്തിലുള്ള കമ്പാരിസൺ വന്നു. അതായത് കൊല്ലത്ത് നടന്ന ആഘോഷങ്ങളും ഇവിടെ നടന്ന ആഘോഷങ്ങളും തമ്മിൽ. ചേച്ചിക്ക് അതിനോട് എന്താ പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത്, കിച്ചുവിനെ സംബന്ധിച്ച് കിച്ചു ഒരു ഇൻട്രോവേറ്റ്, ഒരു അധികം ക്യാമറയ്ക്ക് മുന്നിൽ അവൻ അങ്ങനെ കൊടുക്കില്ല. ഇപ്പോൾ അവൻ ചാനലുണ്ട്, അവൻ്റെ ക്യാമറയിൽ സംസാരിക്കും. അപ്പം ചടങ്ങെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷവും ഇതേ സമയം ഒരു ചടങ്ങ് നടന്നായിരുന്നു. അന്ന് ആരും വന്നിട്ടില്ലായിരുന്നു. ഇന്ന് രേണു സുധി ഇത്രയും മീഡിയ അറ്റൻഷൻ ഉള്ളതുകൊണ്ടാണല്ലോ ഇത്രയും പേര് വന്നറിഞ്ഞ് വന്നത്. എന്തായാലും ഞാൻ വിളിച്ചവരും ഉണ്ട്, അല്ലാത്തവരൊക്കെ വന്നല്ലോ. ചോദിക്കട്ടെ, രണ്ടും രണ്ട് രീതിയിൽ നടക്കുന്ന, രണ്ടും ഒരു ഹിന്ദു ചടങ്ങാണല്ലോ, ഒരാൾക്ക് വേണ്ടിയിട്ട് നടക്കുന്ന ചടങ്ങാണ്. അവരവരുടെ, എനിക്കറിയില്ല, ഞാൻ പറഞ്ഞില്ല, ഞാൻ മീഡിയാസിനെ വിളിച്ച കാര്യം ഞാൻ പറഞ്ഞല്ലോ. ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, അവരുടെ അടുത്ത് പറഞ്ഞു. അവരവരുടെ മീഡിയാസിനെ വിളിച്ചോ. ഞാൻ ആ ചടങ്ങ് ഞാൻ വീഡിയോ കോളിലാണ് കാണുന്നത്. ജസ്റ്റ് ഞാൻ മോനെ വീഡിയോ കോൾ ചെയ്ത് ഇവിടെ നിന്ന് അതെല്ലാം കഴിഞ്ഞിട്ട് അപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ചടങ്ങ്. ഇവിടെ ആഘോഷിക്കുന്നത്, അതാണ് ഞാൻ പറഞ്ഞത്, ഇവിടുത്തെ ചടങ്ങ് കഴിഞ്ഞതിന് ശേഷമാണ് ഈ സംസാരങ്ങളൊക്കെ ഉണ്ടായത്. പിന്നെ കൊല്ലംകാരും ഞാനും തമ്മിൽ യാതൊരുവിധ പ്രശ്നങ്ങളും ഇന്ന് ഈ നിമിഷം വരെ ഇല്ല. ഞങ്ങൾ നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. മരണത്തിന് ശേഷവും അവർ പെങ്ങളാണല്ലോ എൻ്റെ അടുത്ത് പറഞ്ഞ, രേണുവിന് ഇനി ജീവിതമുണ്ട് കേട്ടോ. ഞാൻ എപ്പോഴും പറഞ്ഞില്ല ചേച്ചി, ഇപ്പം ഞാൻ എന്നെ തീരുമാനിക്കുന്നില്ല. അന്ന് പോലും എന്നെ ചേർത്തി വിളിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ചടങ്ങ് നടക്കുക, ഞാൻ പറയാം, അടുത്ത് ചടങ്ങൊക്കെ തീർന്ന ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. കിച്ചുവിനെയും വിളിച്ച് സംസാരിച്ച്. പിന്നെ ഈ കുറ്റം പറയാൻ മാത്രം കാണുന്നവരാണ് ഈ ഞാനിവിടെ ആഘോഷിക്കുന്നു, അവരവിടെ സങ്കടപ്പെടുന്നു എന്നൊക്കെ പറയുന്നത്. ഞങ്ങൾക്ക് യാതൊരു ഞങ്ങൾക്ക്, അതാണ് ഞാൻ പറഞ്ഞത്, എനിക്ക് എൻ്റെ കെട്ടിയവൻ മരിച്ചതിൻ്റെ ദുഃഖം, കെട്ടിയവൻ തന്നെ പറയാം, എന്നെ കെട്ടിയവൻ മരിച്ചതിൻ്റെ ദുഃഖം. അവരവിടെ അവരുടെ മകൻ അല്ലെങ്കിൽ കിച്ചുവിൻ്റെ അച്ഛൻ, ഋതപ്പൻ്റെ അച്ഛൻ പോയത് രണ്ട് ദുഃഖങ്ങളാണ്. അന്ന് പറഞ്ഞ് ഞാനിവിടെ ആഘോഷിക്കാനോ ഒന്നും പോയിട്ടില്ല. ഈ ചടങ്ങുകൾക്ക് ശേഷമാണ് ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ. എനിക്കത് തെറ്റായിട്ട് തോന്നുന്നുമില്ല ജെറീന, എനിക്ക് തെറ്റായിട്ട് തോന്നുന്നില്ലല്ലോ. പിന്നെ ഈ ക്രിട്ടിസൈസ് ചെയ്യുന്നവർ ചെയ്തുകൊണ്ടിരിക്കും. ഞാൻ അതിൻ്റെ ക്ലാരിഫിക്കേഷനാണ് പറഞ്ഞത്. ചടങ്ങുകൾക്ക് ശേഷമാണ്, അപ്പോഴും അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ചടങ്ങ്. വീഡിയോ കോൾ ഇവിടെ കഴിഞ്ഞു, നമുക്ക് ഇച്ചിരി ചടങ്ങേ ഉള്ളൂ. ഒരാളുടെ ആത്മാവിന് വേണ്ടിയിട്ടുള്ള ചടങ്ങാണ് ചെയ്യണത്. അപ്പം കഴിഞ്ഞ വർഷവും ഇങ്ങനെ തന്നെ ചടങ്ങ്, 1-ാം വർഷം ചടങ്ങ് നടന്നു. അന്നും കിച്ചുവിന് വരാൻ പറ്റിയില്ല, അവൻ അവിടെ ചടങ്ങ് ചെയ്യണമായിരുന്നു. അപ്പോൾ എൻ്റെ ഡൗട്ടാണ്, അതായത് കിച്ചു ഇപ്പോഴും ഹിന്ദു മതവിശ്വാസത്തിൽ തന്നെ നിലനിൽക്കുന്ന ആളാണോ? കിച്ചും സുധിച്ചേട്ടൻ പോലും ഹിന്ദു മതത്തിലാണല്ലോ വിശ്വസിച്ചുകൊണ്ട് മരണം വരെയും ഹിന്ദു മതത്തിലായിരുന്നു. അടക്കിയതിൻ്റെയാണ് പറയുന്നത്. സത്യം പറഞ്ഞാൽ ഇത് നടന്നത് ലോക്ക്ഡൗൺ. അപ്പം എനിക്ക് കുറച്ച് ബാക്കിലോട്ട് പോകേണ്ടി വരും. ലോക്ക്ഡൗൺ ടൈമിൽ ഒരു വലിയൊരു പ്രശ്നം വന്നായിരുന്നു നമുക്ക് സാമ്പത്തികമായിട്ട്. അന്ന് ഈ കണ്ട ഒരു മനുഷ്യന് സഹപ്രവർത്തകർ കൂടെ ഉണ്ടായിരുന്നു, ഫ്ലവേഴ്സ് കൂടെ ഉണ്ടായിരുന്നു, സൂചിച്ചേട്ടൻ, ഞങ്ങൾ കുടുംബക്കാരുണ്ടായിരുന്നു, മൂത്ത മോനുണ്ടായിരുന്നു, ഞാനും സൂചിച്ചേട്ടൻ്റെ കൈ പിടിച്ച്, സൂചിച്ചേട്ടൻ പോകാൻ പറഞ്ഞു. ഞാനില്ലേ. അപ്പം എന്നോട് പറഞ്ഞ്, അവിടെ നീ തരുന്ന ധൈര്യമില്ലേ, എനിക്കത് മതി. കുറേ പേര് പണി തന്നതാണ്, നല്ല സാമ്പത്തിക തട്ടിപ്പാന്നൊക്കെ പറഞ്ഞ്, ഭയങ്കര തട്ടിപ്പല്ല, കടം മേടിച്ചിട്ട് കൊടുക്കുന്നില്ലെന്ന്. മോഷ്ടിച്ചെന്നോ പിടിച്ച് കുറച്ചെന്നോ പീഡിപ്പിച്ചെന്നോ അല്ല, കടം മേടിച്ചിട്ട് കൊടുക്കുന്നില്ലെന്ന്. അപ്പോൾ അതായിരുന്നു സംഭവം. അതിൻ്റെ ഇടയ്ക്ക് കുറേ സത്യങ്ങളൊക്കെ ഉണ്ട്, പണിയായിരുന്നു. അപ്പം ആ സമയത്ത് ഒരു ബിഷപ്പ് വന്നിട്ട്, നമുക്കറിയത്തില്ല, ഒരു ബിഷപ്പ് വന്നിട്ട് സൂചിച്ചേട്ടനെ കാണാൻ വേണ്ടി, അന്ന് രാഗം രാധാകൃഷ്ണൻ ചേട്ടൻ്റെ ഒരു മീഡിയയിലൂടെ നമ്മുടെ വാർത്തകളൊക്കെ വിട്ടായിരുന്നു. അപ്പോൾ അവരുമായിട്ട് കോണ്ടാക്ട്, അന്ന് അവരെ ഉള്ളായിരുന്നു, നമുക്ക് വേറെ ഒരു മീഡിയ സപ്പോർട്ടും ഒന്നും ഇല്ലായിരുന്നു. അപ്പം അവരുടെ കയ്യിൽ നിന്ന് ഒരു ബിഷപ്പ് നമ്പർ മേടിച്ചിട്ട് സൂചിച്ചേട്ടനെ കാണാൻ വന്നിട്ട് സൂചിച്ചേട്ടൻ്റെ കയ്യിലോട്ട് കുറച്ച് പൈസ കൊടുത്തിട്ട്, ഇത് ലോക്ക്ഡൗൺ അല്ലേ, കുറച്ച് ഷർട്ടും കാര്യങ്ങളൊക്കെ സൂചിച്ചേട്ടനെ മേടിച്ച് കൊടുത്ത്, എന്നിട്ട് പറഞ്ഞു, ഞങ്ങളൊരു പള്ളിയിൽ കൂടുന്നുണ്ട്, സുധിയും വൈഫും ഒന്ന് വരുമോ, ഞങ്ങളുടെ ഒരു പള്ളി വരാമോയെന്ന് ചോദിച്ചു. ആ ഒരു സ്നേഹബന്ധത്തിൻ്റെ പുറത്ത് പുള്ളി ഞാനും പുള്ളി ആള് ഹിന്ദു തന്നെയാണ്. ശരി, ഹിന്ദു തന്നെയാണ്. മരണ ദിവസം പോലും ആള് ഹിന്ദു, മാമോദിസായി മുങ്ങിയിട്ടില്ല, ഒന്നും മുങ്ങിയിട്ടില്ല.
അപ്പോൾ ഒരു ആംഗ്ലിക്കൻ ചർച്ച് ഞങ്ങൾ പോയി. അങ്ങനെ കുറച്ച് ആൾ പോയി, ഷൂട്ടില്ലാത്തപ്പോൾ ആൾ വരുമായിരുന്നു, പള്ളിയിൽ വരും. അങ്ങനെ മരിക്കുന്നതിന് തലേ ഞായറാഴ്ച എന്ന് ഞാൻ കേട്ടതാണ്. തിരുമേനിയോട് എന്ന്, ആ ബിഷപ്പിനോട് എന്ന് പറയാണ്, ബിഷപ്പെ എന്നെ മരിക്കുന്നോടം വരെ ഞാൻ ഇവിടെ നിന്നോട്ടെ, മരിച്ചാൽ ഇവിടെ അടക്കണേന്ന്. അങ്ങനെ ഒരു ആൾ പറഞ്ഞ കുറേ ഒരാഴ്ച മുന്നേ ഏകദേശം ആൾക്ക് എന്തൊക്കെയോ സംസാരത്തിലൂടെയൊക്കെ എനിക്ക് ഫീൽ ചെയ്ത് ആൾക്ക് എന്തോ പറ്റാൻ പോവാണോ എന്നൊരു പേടി. കാരണം അങ്ങനെ തന്നെയാണ്, മരണത്തെ പറ്റി തന്നെയാണ് സംസാരിക്കുന്നത്. അപ്പം അങ്ങനെ പറഞ്ഞതിൻ്റെ പേരിൽ മരിച്ച ഉടനെ എന്ത് ചെയ്യണം, ഡെഡ് ബോഡി എന്ത് ചെയ്യണമെന്ന് വെച്ചുകൊണ്ടിരുന്നപ്പോഴാണ് കിച്ചുവിനോട് ചോദിക്കുന്നത്, എന്താ ചെയ്യേണ്ടത് നീ പറ മോനെ എന്ന് പറഞ്ഞു. അവനല്ലേ മൂത്തവനെ, എനിക്ക് എന്നെക്കാളും കൂടുതൽ അടുത്തറിയാവുന്ന അവനായിരിക്കാം. അവനാണല്ലോ വർഷങ്ങളായിട്ട്, അവൻ്റെ ജനന തൊട്ടേ കാണുന്നത്. ഞാൻ ഈ 6-7 വർഷമായിട്ടല്ലേ സൂചന കാണാൻ തുടങ്ങിയത്. അപ്പം അവനോട് ചോദിച്ചപ്പോൾ അവനാണ് ഉത്തരവാദിത്തപ്പെട്ട ആൾ. അവനോട് ചോദിച്ചാൽ പറഞ്ഞു, ഞാൻ കാണുന്നത് അച്ഛൻ അമ്മയുടെ കൂടെ പള്ളിയിൽ പോകുന്നതാണ്, എന്തെങ്കിലും നിവൃത്തി ഉണ്ടെങ്കിൽ അച്ഛനെ ഇവിടെ അടയ്ക്കാൻ മതി എന്ന് അവനാണ് പറഞ്ഞത്. ആ ഒരു പേരിലാണ് അടയ്ക്കുക, അല്ലാതെ ആൾ ക്രിസ്ത്യൻ ഒന്നും ആയിട്ടില്ല. ചടങ്ങ് ക്രിസ്ത്യൻ രീതിയിലായാലും അവിടെ ഹിന്ദു രീതിയിൽ അവർ ചടങ്ങ് നടത്തി. ഇതാണ് സംഭവിച്ചത്.